ഇപ്പം എനിക്ക് പരിചയമുള്ള കുറേ ഉണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാർ. അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഒരിക്കലും അവരുടെ വീട്ടിൽ ആരെങ്കിലോടും പറഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. പ്രാർത്ഥിക്കുന്നതാണ് അത് ഓക്കെ, പക്ഷെ കൂടെ നിൽക്കുന്നത് ഞങ്ങളല്ലേ, അങ്ങനെ അവർ പറയാം. കൂടെ ജീവിക്കുന്നത് ഞങ്ങളല്ലേ എന്ന്. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നത്? നമ്മളിൽ പേഴ്സണലായിട്ടുള്ള വിശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട്, വ്യക്തിപരമായ വിശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എപ്പോൾ നമ്മൾ തയ്യാറാകുന്നു, അത് നമ്മുടെ ഒരു വെട്ടിയൊരുക്കലാണ്. ആ വെട്ടിയൊരുക്കൽ നടന്നിട്ടേ നമ്മൾ പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ, അല്ലാതെ അത് സംഭവിക്കില്ല. അപ്പം ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടും പ്രാർത്ഥന നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു മടുപ്പായി മാറുന്നു. നമ്മൾ കൊടുക്കണ മാതൃകയാണ് പ്രാർത്ഥനയുടെ, പക്ഷെ അവർക്ക് അത് മടുപ്പായിട്ടാണ് മാറുന്നത്. അവിടെ ഒരു മാതൃക അവർക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ വേദനകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തും, എൻ്റെ ദാരിദ്ര്യം എന്നെ അസ്വസ്ഥപ്പെടുത്തും, എൻ്റെ ജോലിയില്ലാത്ത അവസ്ഥ എന്നെ അസ്വസ്ഥപ്പെടുത്തും. പിന്നെ എങ്ങനെയാ ആ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുക? എന്നിട്ടാണ് ഇന്ന് മിക്ക മക്കളും പറയണത്, പ്രാർത്ഥിച്ച് ഇങ്ങനെയായി, ഇനി പ്രാർത്ഥിക്കില്ല. അപ്പനും അമ്മയും പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഇത്രയല്ലേ കണ്ടുള്ളൂ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, അതുകൊണ്ട് ഞങ്ങളായിട്ട് ഇനിയില്ല. ഒരു കുട്ടി പറഞ്ഞതാ ശരിക്കും, ഞായറാഴ്ച കുർബാന കാണാൻ പോകണം, അത് ക്രിസ്ത്യാനിയായ ചെയ്യണം, ഞാൻ ഞായറാഴ്ച കുർബാന മുടങ്ങാതെ കണ്ടോളാം. നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ തിരുത്താൻ വരണ്ട. ഒരു മോൻ പറഞ്ഞതാ ഇങ്ങനെ തന്നെ, ഞായറാഴ്ച കുർബാന കാണാൻ ഞാൻ പോയിക്കോളാം. അപ്പോൾ എന്തുകൊണ്ടാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ? നമ്മളിലുള്ള പേഴ്സണൽ വിശദീകരണം നടന്നിട്ടില്ലാത്തത് കൊണ്ട്. ഈ പേഴ്സണലായി വിശദീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളിന്ന് മാതൃക ആർക്കും കിട്ടില്ല. അവരുടെ മുൻപിലൊക്കെ നമ്മൾ ചോദ്യചിഹ്നമായി മാറുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ചോദ്യചിഹ്നങ്ങളായി മാറുന്നത്.